പാർശ്വവൽക്കരിക്കുന്നവരുടെ കൂടെ നിൽക്കുക എന്ന് പറയുമല്ലോ രാഷ്ട്രീയത്തിൽ എപ്പോഴും. അപ്പൊ ഒരു പ്രത്യേക അവസ്ഥയിൽ കോൺഗ്രസ് അങ്ങനെ പോകുന്നത് പോലെ എനിക്ക് തോന്നി. ചരിത്രത്തിന്റെ പുനർനിർമ്മിതി കൊണ്ടും ചെയ്ത കാര്യങ്ങളെല്ലാം ഇല്ലാതാകുന്നതുകൊണ്ടും. കാരണം 200 വർഷം ബ്രിട്ടീഷുകാർ ഭരിച്ച് ചവച്ചരച്ച ഒരു ഇന്ത്യയാണ് കോൺഗ്രസിന് കിട്ടുന്നത്. 15% താഴെ ലിറ്ററസി, 40-45 വയസ്സിന് താഴെ മാത്രം ആയുസ്, വിദ്യാഭ്യാസം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സ്ഥലത്ത് നിന്നും ഇത്രയും ഡൈവേഴ്സ് ആയിട്ട് കിടക്കുന്ന ആളുകളെ ഏകോപിപ്പിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പഞ്ചവത്സര പദ്ധതികൾ വഴിയും അല്ലാതെയും ഈ ജനങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടത്തി ഏതാണ്ട് ജനങ്ങളെല്ലാം കയ്യിൽ മൊബൈൽ ഫോണൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു കാലത്താണ് പിന്നീട് BJP ഒക്കെ ഭരണത്തിൽ വരുന്നത്. അന്ന് വളരെ എളുപ്പമാണ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അല്ലേ? മറ്റേത് ഡൽഹിയിൽ നിന്ന് നമ്മളൊരു പ്രധാനമന്ത്രി പ്രസിഡന്റ് പ്രസംഗിച്ചാൽ 60% ആളുകൾക്ക് ഇത് എന്താ പറഞ്ഞത് പോലും മനസ്സിലാകാത്തൊരു രാജ്യമാണ്. അവിടെ കമ്മ്യൂണിക്കേഷൻ പാടായിരുന്നു. അവിടെ വെച്ചുകൊണ്ട് ഹരിത വിപ്ലവമായിട്ടും അല്ലാതെയും ഈ രാജ്യത്തിനെ 200 വർഷത്തെ ചൂഷണത്തിൽ നിന്ന് നമ്മളെ നിൽക്കാനും നടക്കാനും പഠിപ്പിച്ച ഒരു പ്രസ്ഥാനം ഒന്നുമില്ല എന്ന രീതിയിൽ ചരിത്രം നിർമ്മിക്കപ്പെടുന്ന കാണുമ്പോൾ എനിക്ക് എന്റെ ഒരു സ്റ്റാൻഡ് എടുക്കണം, ഞാൻ അതിനോടൊപ്പം നിൽക്കണമെന്ന് തോന്നിയിട്ടാണ്. ഏറ്റവും കൂടുതൽ ജനാധിപത്യമുള്ളൊരു പ്രദേശമായിട്ട് തോന്നുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന തർക്കങ്ങളെല്ലാം സീറ്റിന്റെ കാര്യത്തിലായാൽ പോലും ഒരാൾ പറയുന്നു, അതിനെ മറ്റൊരാൾ എതിർക്കുന്നു, വേറൊരാൾ വീണ്ടും എതിർക്കുന്നു, എന്നിട്ട് വീണ്ടും ഡിസ്കസ് ചെയ്യുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് കുറച്ചുകൂടെ ജനാധിപത്യം കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു ഒരു മിലിറ്റന്റ് ആയിട്ടുള്ള മിലിറ്ററി സ്വഭാവമുള്ള പരിപാടിയല്ലല്ലോ ഒരു പാർട്ടി എന്ന് പറയുന്നത്. ഞാൻ തന്നെ പറഞ്ഞു, നമ്മൾ പലപ്പോ നമ്മുടെ രാഷ്ട്രീയം തുറന്നു പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം പറയാൻ കാണിച്ച ധൈര്യം സമ്മതിക്കണമെന്ന് പലരും പറയുന്നുണ്ട്. സർ, ഒരു ജനാധിപത്യ രാജ്യത്ത് എന്റെ രാഷ്ട്രീയം തുറന്നു പറയുന്നതിനെ ധൈര്യം എന്ന വാക്കിട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ തന്നെ ജനാധിപത്യത്തിന് എന്തോ പ്രശ്നമുണ്ടെന്ന് വേണ്ട മനസ്സിലാക്കാൻ.